ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമായി തുടർന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ ചിലരുണ്ട് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത്. വ്യക്തമായി പറഞ്ഞാൽ ആസാമിന്റെ അപ്പുറത്ത്. കനത്ത പണി കെട്ടിയ അവരിൽ ചില സംഘടനകളുടെ കരച്ചിലാണ് കഴിഞ്ഞ ദിവസം രാജ്യം ഒട്ടുക്ക് കേട്ടത്. മ്യാൻമാറിലെ തങ്ങളുടെ ഒരു ക്യാമ്പിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സംഘടനയുടെ 3 മുതിർന്ന നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് നിരോധിത സംഘടനയായ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസോം ഇൻഡിപെൻഡന്റ് ഉൾഫ വെളിപ്പെടുത്തിയത്. എന്നാൽ അതിർത്തിക്കപ്പുറത്തുള്ള ഇത്തരം ആക്രമണങ്ങളെ പറ്റി ഇന്ത്യൻ സേനയ്ക്ക് ഒരു അറിവുമില്ല, തങ്ങളല്ല ചെയ്തതെന്ന് ഇന്ത്യൻ സേനയും ശക്തമായ നിലപാടെടുക്കുന്നു. എന്തായാലും അതിർത്തിക്കപ്പുറത്ത് കാര്യമായി എന്തോ നടന്നിട്ടുണ്ട്. അപ്പോൾ ആരകം പണിതത് കാത്തിരുന്ന് കാണാം. നാഗാലാൻഡിലെ ലോങ്വയ്ക്ക് സമീപമുള്ള മ്യാൻമാർ അതിർത്തി മുതൽ അരുണാചൽ പ്രദേശിലെ പങ്സായ് പാസ് വരെ ഞായറാഴ്ച പുലർച്ചെ 2-നും 4-നും ഇടയിൽ ഇന്ത്യൻ സേനയുടെ ഡ്രോൺ ആക്രമണം നടന്നതാണ് ഉൾഫ ആയി അവകാശപ്പെട്ടതല്ല, കരഞ്ഞു പറഞ്ഞത്. ആക്രമണത്തിൽ ഉപയോഗിച്ച 150 ഡ്രോണുകൾ ഇസ്രായേലിലും ഫ്രാൻസിലും നിർമ്മിച്ചതാണെന്നും അത് ഇന്ത്യൻ സേന ഉപയോഗിക്കുന്നതാണെന്നും ഒക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. ആക്രമണങ്ങളിൽ സംഘടനയുടെ സ്വയം പ്രഖ്യാപിത ലഫ്റ്റനന്റ് ജനറൽ നയൻ അസാം എന്നറിയപ്പെടുന്ന നയൻ മേദി കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഉൾഫ ആയി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സംഭവിച്ചത് ഇതാണ്. നയൻ അസോമിന്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്നതിനിടെ വീണ്ടും വന്നു ഇന്ത്യൻ ഭാഗത്തു നിന്ന് മിസൈലുകൾ. അതിൽ ഉൾഫയുടെ പ്രഖ്യാപിത ബ്രിഗേഡിയർ ഗണേഷ് അസോമും സ്വയം പ്രഖ്യാപിത കേണൽ പ്രദീപ് അസോമും കൊല്ലപ്പെട്ടു. നിരവധി ഉൾഫ തീവ്രവാദികൾക്കും കേഡർമാർക്കും പരിക്കേറ്റു എന്നാണ് സ്വയം പ്രഖ്യാപിത സെക്കൻഡ് ലഫ്റ്റനന്റ് ഇഷാൻ അസോം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. പ്രസ്താവനകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. എത്ര മിസൈൽ വന്നാലും എത്ര ഡ്രോൺ വന്നാലും അവർ പ്രസ്താവന ഇറക്കിക്കൊണ്ടേയിരിക്കും. അതിർത്തിക്കപ്പുറത്തുള്ള മ്യാൻമാർ പ്രദേശത്ത് ഇന്ത്യൻ സൈന്യം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞായറാഴ്ച രാവിലെ വരെ തുടർന്നു എന്നാണ് ഉൾഫ പറയുന്നത്. നിരോധിത സംഘടനകളുടെ അവകാശവാദങ്ങളോ പ്രസ്താവന ആധികാരികതയോ ഒന്നും വ്യക്തമല്ല. പക്ഷേ അവിടെ എന്തോ നടന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു ഓപ്പറേഷനെ കുറിച്ച് ഇന്ത്യൻ സൈന്യവുമായി യാതൊരു വിവരവും പങ്കുവയ്ക്കാനില്ല എന്നാണ് ഗുവാഹത്തിയിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതേസമയം നിരോധിത വിഘടന സംഘടനകളായ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, ഖപ്ലാങ്, പീപ്പിൾ ലിബറേഷൻ ആർമി എന്നിവയുടെ ക്യാമ്പുകൾ മ്യാൻമാർ പ്രദേശത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നേരത്തെ തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. അവയിലേക്ക് ഇന്ത്യയുടെ കമാൻഡോകൾ ആക്രമണം നടത്തി എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇനി 10 വർഷം പിന്നിലേക്ക് പോവാം. ഉൾഫയ്ക്ക് ഇന്ത്യ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അടി നൽകിയത് 10 വർഷം മുമ്പാണ്. 2015 ജൂൺ 9 NSC-NKയിലെ കലാപകാരികൾക്കെതിരെ ഇന്ത്യൻ ഓപ്പറേഷൻ. NSC-NKയിലെ കലാപകാരികൾക്കെതിരെ ഇന്ത്യൻ സേന ഓപ്പറേഷൻ ഹോട്ട് പർസ്യൂട്ട് എന്ന പേരിൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിൽ ഇന്ത്യൻ ആർമിയുടെ 6 ഡോഗ്ര റെജിമെന്റിന്റെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ പതിയിരുന്ന മറുപടിയായിട്ടാണ് ഇന്ത്യ ഈ ചുട്ട മറുപടി നൽകിയത്. 99 കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഈ ഡോഗ്ര റെജിമെന്റിനെതിരായ പതിയിരുന്ന ആക്രമണം. ഇന്ത്യൻ ആർമി സ്പെഷ്യൽ ഫോഴ്സസ് അതിർത്തി കടന്ന് നടത്തിയ ഓപ്പറേഷൻ ഏതാണ്ട് 40 മിനിറ്റാണ് നീണ്ടുനിന്നത്. NSC-NK സംഘടനയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ, ക്യാമ്പുകൾ തകർത്തടക്കം ഉണ്ടാക്കിയതും അടക്കം 38 കലാപകാരികൾ ഓപ്പറേഷൻ കൊല്ലപ്പെട്ടതെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 21 പാര SF ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഒരു അതിർത്തി കടന്നുള്ള ആക്രമണമാണ് 10 വർഷം മുമ്പ് പ്ലാൻ ചെയ്തത്. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലെ NSC-NKയുടെയും KYKL എന്നിവയുടെയും ക്യാമ്പുകൾ നശിപ്പിച്ചു. നാഗാലാൻഡ്, മണിപ്പൂർ അതിർത്തിയിലെ മ്യാൻമാർ പ്രദേശത്തിനുള്ളിൽ 2 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ഇന്ത്യൻ സേനയുടെ കമാൻഡോ ഓപ്പറേഷൻ നടന്നത്. 72 സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടു എന്നാണ് അന്നത്തെ കണക്ക്. നൂതന അസോൾട്ട് റൈഫിളുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ഗ്രനേഡുകൾ, നൈറ്റ് വിഷൻ ഗ്ലാസുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ സേനയുടെ 12th ബീഹാർ ബറ്റാലിയന്റെ യൂണിഫോം ധരിച്ചാണ് ഈ പാരാ-SF കമാൻഡോകൾ മ്യാൻമാറിലേക്ക് കടന്നത്. മ്യാൻമാറിന്റെ അതിർത്തിയിലുള്ള ഇന്ത്യൻ പ്രദേശത്ത് ഹെലികോപ്റ്ററിലെത്തിയ കമാൻഡോകൾ 2 ബാച്ചായി തിരിയുകയായിരുന്നു. പിന്നീട് 50 കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെ നടന്നാണ് അവർ ഈ തീവ്രവാദികളുടെ ക്യാമ്പ് സ്ഥലത്തേക്ക് എത്തിയത്. ഓപ്പറേഷൻ പിന്നെ എടുത്തത് വെറും 40 മിനിറ്റ്. മുഴുവൻ ഓപ്പറേഷനും ഏജന്റ് ലിമ എന്ന കോഡ് നാമത്തിൽ പൂർത്തിയാക്കിയത് ഇന്ത്യൻ സൈന്യം പിന്നീട് വ്യക്തമാക്കി. അതേ 10 വർഷത്തിന് ശേഷം മറ്റൊരു ജൂലൈയിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ തിരഞ്ഞ് മ്യാൻമാറിൽ കടന്നു കയറിയില്ല എന്നത് സത്യമാണ്. പക്ഷേ ഡ്രോണുകളും പിന്നെ മിസൈലുകളും കൊണ്ടുള്ള ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുള്ള ആക്രമണം, അതായിരുന്നു കഴിഞ്ഞ ദിവസം ആസാം കടന്ന് മ്യാൻമാറിൽ സംഭവിച്ചത്.